ജനറൽ എക്സെപ്ഷൻസ് നമുക്ക് ഒരു തരത്തിൽ പ്രൊട്ടക്ഷനാണ് തരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ജനറൽ എക്സെപ്ഷൻസ് നമ്മെ രക്ഷിക്കുന്നു. BNSന്റെ സെക്ഷൻ 3ൽ പറയുന്നത് ഏതൊരു സെക്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ വായിച്ചാലും അതിനൊപ്പം ജനറൽ എക്സെപ്ഷൻ കൂടി വായിക്കണം എന്നാണ്. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യാനുണ്ടാകുന്ന സാഹചര്യം, പ്രായം, മറ്റു ചില ഘടകങ്ങൾ എന്നിവ നോക്കിയായിരിക്കും ആ വ്യക്തി കുറ്റക്കാരനാണോ എന്ന് നിശ്ചയിക്കുന്നത്. ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്തുവെന്ന് തെളിയിക്കപ്പെടുകയും നിയമപ്രകാരം ശിക്ഷിക്കപ്പെടേണ്ട ആളായിരിക്കുകയും ചെയ്യുമ്പോൾ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രത്യേക വ്യവസ്ഥകളിൽ നിയമപരമായ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് ഒഴിവ് ലഭിക്കുകയാണെങ്കിൽ അതിനെ ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ചാപ്റ്റർ 4 സെക്ഷൻ 76 മുതൽ 106 വരെയും BNSന്റെ ചാപ്റ്റർ 3ൽ 14 മുതൽ 44 വരെയും ആണ് ജനറൽ എക്സെപ്ഷൻ ഉൾക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പ്രൊവിഷൻസ് കുറ്റം ചെയ്ത ആളുടെ കമ്മീഷനിലും ഒമിഷനിലുമുള്ള മെൻസ് റിയയുടെ അഭാവത്തെയാണ് കാണിക്കുന്നത്. ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ആ കേസിലേക്ക് എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ സാഹചര്യത്തെ തെളിയിക്കാനുള്ള ബർഡൻ ഓഫ് പ്രൂവിംഗ് അയാളുടെ, അതായത് കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുടെ മുകളിലായിരിക്കും. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ഒരു റൂളാണ് അത്. ആർട്ടിക്കിൾ 11 ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റിന്റെ ഒരു ഹ്യൂമൻ റൈറ്റ് കൂടിയാണ്. എപ്പോൾ വരെ അക്യൂസിന്റെ ഗിൽറ്റ് പ്രൂവ് ചെയ്യാതിരിക്കുന്നോ അപ്പോൾ വരെ അദ്ദേഹം ഇന്നസെന്റായി കണക്കാക്കേണ്ടതാണ് എന്നത്. അങ്ങനെ വരുമ്പോൾ പ്രോസിക്യൂഷൻ സൈഡുകാരുടെ ആദ്യ ഡ്യൂട്ടിയാണ് അക്യൂസിന്റെ ആ ഒഫൻസ് ചെയ്തു എന്ന് അവർ പ്രൂഫ് ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സംശയം തെളിയിക്കുക എന്നുള്ളത്. അങ്ങനെ അക്യൂസിന്റെ നേർക്ക് ഒരു കുറ്റം ആരോപിക്കുമ്പോൾ അത് ഡിസ്പ്രൂവ് ചെയ്യാനുള്ള അവസരം അക്യൂസിന് ലഭിക്കുന്നു. ഈ സമയം അക്യൂസിന് താൻ ചെയ്ത പ്രവൃത്തി ജനറൽ ഓർ സ്പെഷ്യൽ എക്സെപ്ഷന്റെ കീഴിലാണ് വരുന്നതെന്ന് പ്രൂവ് ചെയ്യേണ്ട ബർഡൻ വരുന്നു. ആസ് പെർ സെക്ഷൻ 108 ഓഫ് BSA. ജനറൽ എക്സെപ്ഷനെ നമുക്ക് 2 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഒന്നാമത്തേത് എക്സ്ക്യൂസബിൾ ഡിഫൻസും രണ്ടാമത്തേത് ജസ്റ്റിഫയബിൾ ഡിഫൻസും. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് സെക്ഷൻ 14 and 17 ഓഫ് BNS ആൻഡ് 76 and 79 ഓഫ് IPC. ആക്സിഡന്റ് സെക്ഷൻ 18 ഓഫ് BNS ആൻഡ് സെക്ഷൻ 80 ഓഫ് IPC. ഇൻഫാൻസി സെക്ഷൻ 20 and 21 ഓഫ് BNS ആൻഡ് 82 and 83 ഓഫ് IPC. ഇൻസാനിറ്റി സെക്ഷൻ 22 ഓഫ് BNS ആൻഡ് 84 ഓഫ് IPC. ഇൻടോക്സിക്കേഷൻ സെക്ഷൻ 23 and 24 ഓഫ് BNS ആൻഡ് 85 and 86 ഓഫ് IPC. ഇത്രയും ഡിഫൻസുകളെയാണ് എക്സ്ക്യൂസബിൾ ഡിഫൻസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.